കൊല്ലുന്നതിന് മുമ്പ് ഒരാളും കൊലപാതകിയാവുകയില്ല. കൊലപാതക കുറ്റത്തിന് ജയിലിലായ ഒരു കുറ്റവാളി പരോളിൽ ഇറങ്ങിയിട്ട് ഭീഷണിപ്പെടുത്തുന്ന വിവരം പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടും അതിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നിടത്ത് പോലീസ് അക്ഷന്ത്യവ്യമായ വീഴ്ച കാണിക്കുകയുണ്ടായി. അതിന്റെ ഫലം എന്തായി എന്ന് നമ്മൾ എല്ലാം കണ്ടു. ആ കുട്ടികൾ കരയുന്നത് കാണുമ്പോൾ, അവരാ വിലപിക്കുന്നത് കാണുമ്പോൾ ഏത് മനസ്സാണ് പടക്കാത്തത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. പ്രിയ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ കരളലിയിപ്പിക്കുന്ന, പ്രയാസകരമായ, ഏതൊരു മനുഷ്യ ഹൃദയത്തെയും പിടിച്ചു കുലുക്കുന്ന ഒരു വാർത്ത, അതിന്റെ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ട് ഞെട്ടുകയുണ്ടായി. ചെന്താമര എന്നു പേരുള്ള ഒരു കൊലപാതകി, കൊല്ലുന്നതിന് മുമ്പ് ഒരാളും കൊലപാതകിയാവുകയില്ല. നേരത്തെ കൊലപാതകത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ട് ജയിലിലായ ഒരു കുറ്റവാളി പരോളിൽ ഇറങ്ങി താൻ ആരെയാണോ നേരത്തെ കൊന്നത്, ആ കൊന്ന കുടുംബത്തിൽ ബാക്കിയുള്ളവരെയും കൂടി കൊന്ന് അതിന്റെ പേരിൽ വിലപിക്കുന്ന, വെന്ത് കരയുന്ന, ഉറ്റവരും ഉടയവരുമായി തങ്ങൾക്കുണ്ടായിരുന്ന മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് കരയുന്ന, കരളിരിക്കുന്ന കാഴ്ച ചാനലുകളിലൂടെയും മറ്റും നാം എല്ലാവരും കാണുകയുണ്ടായി. പാലക്കാട് നടന്ന ആ ക്രൂരമായ, നിഷ്ഠുരമായ ആ സംഭവം കണ്ട് കേരളീയ സമൂഹം ഞെട്ടുകയുണ്ടായി. ആ പെൺകുട്ടികളുടെ കരച്ചിൽ, രോദനം കേൾക്കാൻ കഴിയാത്തതാണ്. ഇങ്ങനെ ഒരു കുറ്റവാളി പുറത്തിറങ്ങിയിട്ട്, ഇങ്ങനെ ഒരു കൊലപാതക കുറ്റത്തിന് ജയിലിലായ ഒരു കുറ്റവാളി പുറത്തിറങ്ങിയിട്ട്, പരോളിൽ ഇറങ്ങിയിട്ട് ഭീഷണിപ്പെടുത്തുന്ന വിവരം പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടും അതിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നിടത്ത് പോലീസ് അക്ഷന്ത്യവ്യമായ വീഴ്ച കാണിക്കുകയുണ്ടായി. അതിന്റെ ഫലം എന്തായി എന്ന് നമ്മൾ എല്ലാം കണ്ടു. ഇവിടെയാണ് വധശിക്ഷ. ഇസ്ലാമിൽ കൊലയാളിക്ക് വധശിക്ഷയാണ് ആ വധശിക്ഷയുടെ പ്രാധാന്യം. ആ കുട്ടികൾ കരയുന്നത് കാണുമ്പോൾ, അവരാ വിലപിക്കുന്നത് കാണുമ്പോൾ ഏത് മനസ്സാണ് പടക്കാത്തത്? നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. അച്ഛമ്മയും അമ്മ എല്ലാം പോയിട്ട് അയാൾ ഇനിയും പ്രൊട്ടക്ട് ചെയ്ത് വെച്ചുകൊണ്ട് പോവാണ്. ഇനി ഞങ്ങൾക്ക് പ്രൊട്ടക്ട് വേണ്ട, പയ്യ ഞങ്ങൾക്ക് എല്ലാം കയറിയിട്ട് എന്താ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല സാറേ. അങ്ങനെയാണെങ്കിൽ അച്ഛമ്മനെ എന്തിനാ കൊന്ന? കണ്ടില്ലേ എത്ര പ്രയാസകരമാണത്? അവർക്ക് നഷ്ടപ്പെട്ടത് ആരാണ്? ആ സ്ഥാനത്ത് നമ്മെ ഒന്ന് പ്രതീക്ഷിച്ചു നോക്കൂ. ഇവിടെയാണ് പ്രപഞ്ച സൃഷ്ടാവായ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ ശിക്ഷാ നടപടികൾ, ശിക്ഷാ നിയമങ്ങൾ അഥവാ ഇസ്ലാമിക ശരീഅത്ത് കുറ്റകൃത്യങ്ങൾക്ക് വെച്ചിട്ടുള്ള ശിക്ഷകളുടെ പ്രാധാന്യവും ഗൗരവവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൊലയാളിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, കൊലക്കുറ്റം സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ, ആ കൊലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ശരീഅത്തിൽ വധശിക്ഷയാണ്. വധശിക്ഷ ആരും കാണാതല്ല നടപ്പാക്കുക. സമൂഹ മധ്യേ ഒരു മൈതാനത്ത് വെച്ച് ആളുകൾ തടിച്ചുകൂടി അവരെയൊക്കെ കൺമുമ്പിൽ വെച്ച് വധശിക്ഷ നടപ്പാക്കുകയാണ് ചെയ്യുക. ആ വധശിക്ഷ ഇളവ് ചെയ്യാൻ, മാപ്പ് കൊടുക്കാൻ ലോകത്ത് ഒരാൾക്കും അവകാശമില്ല, അധികാരമില്ല. ഒരു പ്രസിഡന്റിനില്ല. ഇസ്ലാമിക രാഷ്ട്രം നിലവിലുണ്ടെങ്കിൽ ഭരണാധികാരിക്കില്ല, പ്രസിഡന്റിനില്ല, ഒരാൾക്കും അധികാരമില്ല. ആകെ അതിനുള്ള അനുവാദമുള്ളത് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം, ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് പ്രകാരം ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ രക്തബന്ധുക്കൾക്കാണ്. അവര് വിചാരിച്ചാൽ മാത്രം, അവര് മാപ്പ് ചെയ്താൽ മാത്രം ഇയാൾക്ക് വധശിക്ഷ നടപ്പാക്കുന്നതിൽ നിന്ന്, അത് നടപ്പാക്കപ്പെടുന്നതിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാം.
എന്തിനാണ് ഇസ്ലാം ഇങ്ങനെ ഒരു ശിക്ഷ വെച്ചത്? കുറെ ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇസ്ലാം അങ്ങനെ ഒരു ശിക്ഷ വെച്ചതല്ല. അങ്ങനെ ചില ഇസ്ലാമിക ശരീഅത്തിനെയും ഇസ്ലാമിക നിയമങ്ങളെയും ശിക്ഷാവിധികളെയും ഒക്കെ പരിഹസിക്കാറുണ്ട്. വധശിക്ഷ ക്രൂരമാണ്. അള്ളാഹു ഖുർആനിൽ പറയാണ്, വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. അല്ലയോ ബുദ്ധിയുള്ള ജനങ്ങളെ, നിങ്ങൾക്ക് ഈ പ്രതിക്രിയ, വധശിക്ഷ ഉൾപ്പെടെയുള്ള പ്രതിക്രിയ നടപ്പാക്കുന്നിടത്താണ് നിങ്ങൾക്ക് ജീവിതമുള്ളത് എന്ന്. യഥാർത്ഥത്തിൽ കൊലയാളിയെ വധിക്കുമ്പോൾ അയാളുടെ ജീവിതം അവസാനിക്കുകയാണ് ചെയ്തത്, ജീവിതം ഇല്ലാതാവുകയാണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നത് അതിലാണ് നിങ്ങൾക്ക് ജീവിതമുള്ളതെന്നാ. എന്താ സംഭവം? ഞാൻ നേരത്തെ പറഞ്ഞു, രഹസ്യമേ ആരും കാണാത്ത സ്ഥലത്ത് വെച്ചല്ല ശിക്ഷ നടപ്പാക്കുക. ജനങ്ങളെ വിളിച്ചുകൂട്ടി മൈതാനത്ത് വെച്ചാണ് നടപ്പാക്കുക. അഥവാ ഞാൻ ഒരു കൊല ചെയ്താൽ എന്റെയും പരിണതി ഇതായിരിക്കും എന്ന് ഓരോ കുറ്റം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ കുറ്റവാസനയുമായി നടക്കുന്ന ഓരോരുത്തർക്കും ആ ബോധം ഉണ്ടാവും. പിന്നെ അവൻ കുറ്റം ചെയ്യാൻ ഇറങ്ങൂല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ചെന്താമരയെ തന്നെ അദ്ദേഹത്തിന്റെ മേലുള്ള കൊലപാതകം തെളിയുന്നത് വരെ ജയിലിലിടുക. തെളിഞ്ഞു കഴിഞ്ഞതിന് ശേഷം, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ജയിലിന്റെ കഥ എന്താ? അടക്ക കട്ട് ശീലിച്ച ഒരു കള്ളനെ ജയിലിൽ പിടിച്ചിട്ടാൽ അവൻ ആന കക്കാനുള്ള എല്ലാ കൗശലവും ജയിലിൽ നുണന്ന് പഠിക്കും. അത്രയും കാലം ജയിലിലാണ്. വളരെ സുഖമാണ്. സർക്കാരിന്റെ ചെലവിൽ, സർക്കാർ ഭക്ഷണത്തിൽ, വളരെ സുന്ദരമായ സ്വതന്ത്രനായി ജയിലിന്റെ ഉള്ളിൽ എല്ലാ ആസ്വാദനങ്ങളുമായിട്ട് അവന് കഴിയാം. പുറത്തിറങ്ങാൻ പറ്റില്ല എന്നത് ഒഴിച്ചു നിർത്തിയാൽ അവന് വളരെ ഖുഷിയാണ്. പലരും ജയിലിൽ എത്തിക്കിട്ടാനാ, കാരണം വലിയ അധ്വാനം ഇല്ലാതെ ഭക്ഷണം കഴിക്കാം. ജീവിതം അതിനുള്ളിൽ. പിന്നെ പല കുറ്റവാളികളും അവിടെ ഉണ്ടാവും. അവരോടൊക്കെ ചോദിച്ച് എങ്ങനെയാണ് പല കുറ്റവും എങ്ങനെ, ചെറിയ കുറ്റം ചെയ്തവൻ വലിയ കുറ്റം എങ്ങനെ ചെയ്യാം എന്നൊക്കെ പഠിച്ച് ഒരു ട്രെയിനിങ് കോഴ്സ്, ആ കോഴ്സ് പാസ്സായി ഇറങ്ങുന്ന പോലെയാണ്. നമ്മളെ നാട്ടിൽ തന്നെ വല്ല അപകടവും വല്ല ക്രിമിനൽ വിഷയം ഉണ്ടായാൽ പോലീസ് ആദ്യം അന്വേഷിക്കുക നേരത്തെ ജയിലിലായിട്ട് പുറത്തിറങ്ങിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയാണ്. കാരണം അവർക്കറിയാം ഈ കുറ്റവാളികൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവരായിരിക്കും ഈ കുറ്റത്തിന്റെ പിന്നിൽ എന്ന് അവർക്കെന്നെ അറിയാം. ആദ്യം ജയിൽ മോചിതരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആരെങ്കിലും ഒരിക്കൽ ജയിലിൽ പിടിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവരെയാണ് ആദ്യം തപ്പുക. ഇസ്ലാമിൽ നേരെ തിരിച്ചാണ്. കുറ്റം ചെയ്യാനുള്ള എല്ലാ പഴുതുകളും അടക്കുകയാണ് ചെയ്യുക. അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള അവസരം പോലും ഇല്ലാതാക്കുകയാണ് ആദ്യം ചെയ്യുക. അതിന് കഠിനമായ ശിക്ഷയും ഇത്തരം കൊലപാതകം പോലുള്ള കുറ്റങ്ങൾക്ക് വെച്ചു. അതുകൊണ്ട് ഒരാളും ഞാൻ കൊല ചെയ്താൽ ഞാൻ കൊല്ലപ്പെടും, എന്തൊന്നിനു വേണ്ടിയിട്ടാണോ ഞാൻ ഈ കുറ്റകൃത്യം ചെയ്തത്, ഒരാൾക്ക് ജീവിക്കാൻ വേണ്ടിയായിരിക്കുമല്ലോ, എന്റെ ജീവിതം അതോടെ അവസാനിക്കുമെന്ന് കണക്കാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൊലക്കുറ്റം നടത്താൻ ഒരു പഴുതും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ലോകം തിരിച്ചറിയും ഇസ്ലാമിലെ ശിക്ഷാ സമ്പ്രദായത്തിന്റെ പ്രാധാന്യവും അതിന്റെ ഫലപ്രാപ്തിയും അതിന്റെ മാഹാത്മ്യവും ഒക്കെ ലോകം തിരിച്ചറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഇദ്ദേഹം ഒരു കൊലപാതകയാണെന്ന് തെളിയുകയും വധശിക്ഷ ഇനിയിപ്പോ അദ്ദേഹം ആദ്യത്തെ കൊലക്കുറ്റം തന്നെ തെളിഞ്ഞാൽ എത്ര പ്രാവശ്യം അയാളെ കൊല്ലാൻ പറ്റുക? ഒരാളെ ഒരു പ്രാവശ്യമല്ലേ കൊല്ലാൻ പറ്റുള്ളൂ. അയാൾ 3 ആളെ കൊന്നെന്ന് വരില്ലോ. 2 ആളെ കൊന്നത് എന്തായിരുന്നാലും ഉറപ്പായി. ഒരാളെ കൊന്നതിന് ഒരാളെ കൊല്ലാം, കൊലപാതകയെ കൊല്ലാം. ഒന്നിലധികം ആളുകളെ കൊന്ന ആളെ എത്ര പ്രാവശ്യം കൊല്ലാൻ കഴിയും? അപ്പൊ ഇതുകൊണ്ടാണ് കൊലക്കുറ്റം ചെയ്ത് മടുത്ത, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൊല ചെയ്തവൻ അവൻ പശ്ചാത്തപിക്കാൻ തയ്യാറാകാതെ കുറ്റവാസനയുമായി നടക്കുന്നിടത്തോളം കാലം അവനിൽ നിന്ന് കുറ്റമുണ്ടായിക്കൊണ്ടിരിക്കും. ഏറ്റവും വലിയ കുറ്റമാണ് അവൻ ചെയ്തത്. അതുകൊണ്ടാണ് അള്ളാഹു വലാ തഖ്തുലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖി വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലി വലിയിഹി സുൽത്താനൻ ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ ഇന്നഹു കാന മൻസൂറ. അള്ളാഹു പവിത്രമാക്കിയ ഒരാത്മാവിനെയും നിങ്ങൾ ഹനിക്കാൻ പാടില്ല. അന്യായമായ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ ഫഖദ് ജഅൽനാ ലി വലിയിഹി സുൽത്താന, ആ ബന്ധുവിന്റെ, ആ കൊല്ലപ്പെട്ടവന്റെ രക്തബന്ധുക്കൾക്ക് നാം ഒരു അധികാരം നൽകിയിരിക്കുന്നു.
അവർക്കാണ് അതിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനും ശിക്ഷ നടപ്പാക്കാൻ ആവശ്യപ്പെടാനൊക്കെ ഉള്ള അധികാരവും അവകാശവും അവർക്കാണ്. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വളരെ ഗൗരവത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാമിലെ ശിക്ഷാവിധികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു സന്ദർഭത്തിലാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.